VMKDയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന 6ാമത് ക്രിസ്മസ് കരോൾ കോമ്പറ്റീഷനായ കാൻഡി ക്രസ് 2025ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ 6 മഹായിടവുകൾ കൂടിച്ചേർന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് VMKD. കാൻഡി ക്രസ് സീസൺ 6 കരോൾ കോമ്പറ്റീഷനിൽ 1ാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് 20,000 രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും, 2ാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് 10,000 രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും, 3ാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് 5,000 രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയും ലഭിക്കുന്നതാണ്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എൻട്രികളിൽ നിന്ന് 25 ടീമുകളെയാണ് നമ്മൾ അവസാനഘട്ട മത്സരത്തിലേക്ക് പരിഗണിച്ചിരിക്കുന്നത്. കൂടാതെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിക്കുന്ന ടീമിന് പ്രോത്സാഹന സമ്മാനം ലഭിക്കുന്നതാണ്. VMKD കാൻഡി ക്രസ് 2025 സീസൺ 6ന്റെ ജഡ്ജ്മെന്റിനായി നമുക്ക് ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. Gloria, in excelsis Deo Gloria, in excelsis Deo Gloria. Mary had a baby boy. Gloria, Virgin Mary had a baby boy. Gloria, Virgin Mary had a baby boy. and they said that his name was Jesus. He come down, He come from the glory. He come from the glorious kingdom. He come from the glory. He come from the glorious kingdom. yes, Oh yes, believer. Oh yes, believer. Oh yes, believer. He come from the glorious kingdom. the angels sang when the baby was born. The angels sang when the baby was born. എല്ലാവർക്കും നമസ്കാരം. VMKDയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട കാൻഡി ക്രസ് സീസൺ 6 എന്ന ക്രിസ്മസ് കരോൾ കോമ്പറ്റീഷനിൽ ഇത്തവണ വിജയികളായവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള വിധികർത്താക്കളുടെ മീറ്റിംഗാണ് ഇപ്പോൾ നടന്നത്. ഇവിടെ വിധികർത്താക്കളായി എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് റോയ് ഐസക്. ഞാൻ മലങ്കര സെൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ചിൽ കൊയർ മാസ്റ്ററാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നു. എൻ്റെ കൂടെ ഉള്ള ശ്രീ VS ജോൺസൺ പെരുമ്പാവൂർ ഓൾ സെയിൻസ് CSI ചർച്ചിൽ കൊയർ മാസ്റ്ററാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ അസിസ്റ്റൻ്റ് മാനേജറായി റിട്ടയർ ചെയ്തു. ശ്രീ ജെബിൻ ബോബി ജോർജ് കോട്ടയം CMS കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ്. കോട്ടയം CMS കോളേജിലെ ചാപ്പൽ കൊയറിൻ്റെ കൊയർ മാസ്റ്ററായി പ്രശസ്തമായ നിലയിൽ സേവനമനുഷ്ഠിക്കുന്നു. അതോടൊപ്പം അദ്ദേഹം അവിടുത്തെ വിദ്യാർത്ഥികളെ ഓൾ ഇന്ത്യ ലെവലിൽ പരിശീലിപ്പിച്ച് ഗാനമത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മുമ്പിൽ വന്ന പാട്ടുകൾ 25 ടീമുകളാണ് അവസാന റൗണ്ടിൽ വന്നത്. 60ഓളം എൻട്രീസ് ഉണ്ടായിരുന്നു. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട 25 ടീമിൻ്റെ പെർഫോമൻസ് ഞങ്ങൾ വീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശ്രുതി, ലയം, അക്ഷരശുദ്ധി, എക്സ്പ്രഷൻ, പെർഫോമൻസ് ഇത്യാദി കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം ഞങ്ങൾ മാർക്കിടുകയും അതിൻ്റെ വിധി നിർണ്ണയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ സമയം അതേപ്പറ്റി അഭിപ്രായം പറയുവാൻ മൈക്ക് ഞാൻ ശ്രീ VS ജോൺസൺ സാറിനെ ഏൽപ്പിക്കുന്നു. VMKD നടത്തിയ കാൻഡി ക്രസ് സീസൺ 6ൻ്റെ ഭാഗമാക്കാകുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഫൈനൽ റൗണ്ടിൽ വന്ന 25 ടീമിൽ വിലയിരുത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ദൗത്യം. പൊതുവെ ക്രിസ്തുമസിൻ്റെ
സുവിശേഷ ഘോഷണം എന്ന ആശയം മുൻനിർത്തി ഗാനങ്ങൾ അവതരിപ്പിക്കുവാൻ എല്ലാ ടീം അംഗങ്ങളും നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. അവതരണത്തിൽ ആലാപനത്തിലും നല്ല നിലവാരം പുലർത്തുകയുണ്ടായി. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മെച്ചപ്പെട്ട നിലവാരത്തിലാണ് ഈ വർഷം ടീമുകൾ ഗാനങ്ങൾ അവതരിപ്പിച്ചത്. ഈ സംരംഭം വരുന്ന ആളുകളിൽ കൂടുതൽ ഗായകർക്ക് പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സാറിൻ്റെ അഭിപ്രായത്തിൽ കോമ്പറ്റീഷൻ എങ്ങനെയാണ് ആൾക്കാർ നോക്കിക്കാണേണ്ടത്? അങ്ങനെയാണെങ്കിൽ മത്സരങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആ ഒരു ആശയത്തിലേക്ക് പോകാതെ ക്രിസ്തീയ അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പാട്ടുകൾ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതിനും നല്ല കവിതകൾ, നല്ല ട്യൂണുകൾ, നല്ല പ്രസൻറ്റേഷൻ, കഴിയുന്നതും ലൈവ് റെക്കോർഡിംഗ് ആണെങ്കിലും അതിന് അഭംഗി വരാത്ത രീതിയിൽ, പാട്ടിന് ഭംഗി വരുത്തുന്ന രീതിയിൽ ചെയ്യാനായിട്ട് ടീമുകൾ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം നല്ലൊരു അറ്റംപ്റ്റ് തന്നെയാണ്. എല്ലാ കോയറുകാരും അവരുടേതായിട്ടുള്ള രീതിയിലും അവരുടേതായിട്ടുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ യങ് ടാലൻസ് പോലും, ലൈക്ക് കുട്ടികൾ വരെ ഇതിനകത്ത് പങ്കെടുക്കാനായിട്ട് മനസ്സ് കാണിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു സംരംഭം ആയിട്ടാണ് ജനങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. ഇനിയും അടുത്ത വർഷവും കൂടുതൽ പാർട്ടിസിപ്പേഷനും കൂടുതൽ പാട്ടുകളും പുതിയ പുതിയ പാട്ടുകൾ എടുക്കാൻ, അത് പാടാൻ, അത് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രചോദനം തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിലൂടെ ജനങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്, ലൈവായിട്ട് പാടിയ ടീമുകളുണ്ട്, സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് അതിനനുസരിച്ച് ലിപ് മൂവ്മെൻറ്റ്സ് കൊടുത്ത് പാടിയ ടീമുകളുമുണ്ട്. ഇങ്ങനെ വിവിധ രീതിയിൽ പാടുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിന് അല്പം മാറ്റം വരുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ടെക്നോളജി വളരെയധികം വികസിച്ചിരിക്കുകയാണ്. ഒരാൾ പാടുന്ന പാട്ട് അത് ടെക്നിക്കൽ ഇതുപയോഗിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കും സ്റ്റുഡിയോയിൽ. അതുകൊണ്ട് കഴിവതും ലൈവായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ സ്വയം ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അടുത്ത വർഷം മുതലൊക്കെ ലൈവ് തന്നെ ചെയ്യാനായിട്ട് എല്ലാവരും ഉത്സാഹിക്കുക. അതാകുമ്പോൾ ജഡ്ജസിനും എളുപ്പമാണ് മാർക്കിടാൻ. സ്റ്റുഡിയോ റെക്കോർഡിങ്ങിൻ്റെ ക്ലാരിറ്റിയും ലൈവ് പെർഫോമൻസിൻ്റെ ക്ലാരിറ്റിയും വ്യത്യാസമുണ്ടല്ലോ. ഈ വർഷത്തെ മത്സരാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സിന് കിട്ടിയത് ജസ്റ്റ് നമ്പർ 614 അവരുടെ പാട്ട് മത്സരത്തിന് പരിഗണിച്ചപ്പോൾ ആദ്യത്തെ 1, 2, 3 സ്ഥാനം കിട്ടിയ ഒപ്പം തന്നെ നല്ല നിലവാരത്തിലാണ് വന്നിട്ടുള്ളത്. ആ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഈ വർഷത്തെ മത്സരാർത്ഥികളിൽ സ്പെഷ്യൽ ജൂറി അവാർഡായിട്ട് കൊടുക്കുന്നത് 603 ജസ്റ്റ് നമ്പർ ഉള്ള ടീമിനാണ്. അത് 3 കുട്ടികളാണ്, ആൺകുട്ടികളാണ് അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അത് ലൈവ് മ്യൂസിക്കാണ്, പാടിയിരിക്കുന്നത് ലൈവാണ്. എല്ലാം കൊണ്ടും ആ 3 കുട്ടികൾ കാണിച്ച ആത്മാർത്ഥതയും അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നവും വളരെ അഭിനന്ദിക്കേണ്ടതാണ്. അതിനുവേണ്ടി അവരെ ഒരുക്കിയ പരിശീലകരെയും മാതാപിതാക്കളെയും ഞങ്ങൾ പ്രത്യേകം ഓർക്കുന്നു. വരുന്ന ആളുകളിൽ അവർക്ക് സംഗീത രംഗത്ത് കൂടുതൽ ശോഭിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. VMKD കാൻറ്റിക്കിൾസ് സീസൺ 6 വിജയികളെ ഇപ്പോൾ പ്രഖ്യാപിക്കുകയാണ്. 3-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് എൻട്രി നമ്പർ 602. 2-ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് എൻട്രി നമ്പർ 612. ആൻഡ് 1-ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് എൻട്രി നമ്പർ 615. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ. 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് എൻട്രി നമ്പർ 615 ഒക്ടേൻ ട്രിവാൻഡ്രം. 2-ാം സ്ഥാനം കരസ്ഥമാക്കിയത് എൻട്രി നമ്പർ 612 CSI ക്രൈസ്റ്റ് കത്തീഡ്രൽ കൊയർ മേലുകാവ്. 3-ാം സ്ഥാനം കരസ്ഥമാക്കിയത് എൻട്രി നമ്പർ 602 ഹോളി ട്രിനിറ്റി ചർച്ച് UC കോളേജ് ആലുവ. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ലഭിച്ച ടീം എൻട്രി നമ്പർ 614 സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ ട്രിവാൻഡ്രം.
സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചത് എൻട്രി നമ്പർ 603 മിലൻ എസ് ഷെജി, ആരോൺ എസ് ഷെജി ആൻഡ് ഇവാൻ എസ് ഷെജി. ഈ അഖില ലോക ക്രിസ്മസ് കരോൾ ഗാന മത്സരമായ കാൻഡി ക്രഷ് 2025 സീസൺ 6 വിജയകരമായി പൂർത്തീകരിക്കാൻ സഹായിച്ച എല്ലാ ടീം മെമ്പേഴ്സിനോടും വ്യൂവേഴ്സിനോടും ജൂറിയോടും സപ്പോർട്ട് ചെയ്ത എല്ലാ വ്യക്തികളോടും ഹൃദയപൂർവ്വമായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു ടു വൺ ആൻഡ് ഓൾ. ദിസ് ഇസ് മേഘാന മാർട്ടിൻ signing off. Angel ID card is innovatable and status symbol of institutions.